മുഴുവനും തനിക്ക് പ്രതിയോഗിയായി നിൽക്കുന്നവരെന്തു ചെയ്തു? തകർക്കുകയോ അല്ലെങ്കിൽ തൻ്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുകയോ തൻ്റെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുകയോ പല നിലയിൽ തന്നെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഈ ഭക്തൻ അതിനെയെല്ലാം ഒതുക്കിച്ച് പറയുക, അവരെന്നെ മുടിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രാരംഭമായി നാം ഇപ്രകാരം കാണുവാൻ ഇടവന്നു. 83 പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു. അല്ലേ? നമുക്കൊക്കെ പല ഈ അവസ്ഥകളുമുണ്ട് അല്ലേ? ഈ പുകയത്ത് വെച്ച തുരുത്തിയുടെ പ്രയാസം എന്താണ്? ഈ തൊകല് കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? പണ്ട് കാലത്ത് യഹൂദ സംസ്കാരം അനുസരിച്ച് തുരുത്തികൾ ഉണ്ടാക്കുന്നത്. ഈ തുരുത്തി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മേത്തരമായ വീഞ്ഞ് ലഭ്യമാകുവാൻ. ഈ വീഞ്ഞ് ചക്കിൽ നിന്ന്, മുന്തിരി ചക്കിൽ നിന്ന് ഈ വീഞ്ഞ് ഇതിനകത്ത് പകർന്നതിന് ശേഷം ഇവരെന്തു ചെയ്യും? ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ വീഞ്ഞ് ഒഴിച്ചു വെക്കത്തക്ക നിലയിൽ ഈ തുരുത്തി പാകമാക്കിയെടുക്കുവാൻ വേണ്ടി ഇവരെന്തു ചെയ്യും? ഈ തുകലിൽ നിന്ന് തുരുത്തി ഉണ്ടാക്കിയതിന് ശേഷം ആ പച്ച തുരുത്തിയുടെ ആ തുകല് എന്ത് ചെയ്യണം? ഉണക്കിയെടുക്കണം. അതിനുവേണ്ടി ഇവരെന്ത് ചെയ്യുന്നു? പുകയത്തിടുകയാണ്. ഈ പുകയത്തിട്ട് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇതെല്ലാം ഹാർഡായിട്ട് മാറും. അത് നല്ല ഒരു എന്തായി തീരുകയാണ്? പാത്രമായി, ഉപയോഗമുള്ള ഒരു പാത്രമായിട്ട് എന്തെങ്കിലും അതിനകത്ത് പകർന്നു വെച്ചാൽ അത് പ്രയോജനമുള്ള നിലയിലേക്ക്, ആ പാത്രം മാറുന്ന നിലയിലേക്ക് ആ തുരുത്തിയെ മാറ്റുവാനായിട്ട് കഴിയും. അപ്പോൾ പുകയത്ത് വെക്കുമ്പോൾ എന്തുണ്ടാകുന്നു? അതിന് ഇഷ്ടമൊന്നുമില്ല പുകയത്ത് അതെങ്ങനെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ആ പച്ച തുകൽ എന്ത് ചെയ്യുന്നു? അതൊന്ന് ഒന്ന് ചുരുങ്ങി, അല്ലേ? ഒന്ന് ചുരുങ്ങി അതിൻ്റെ ആ മാർദ്ദവമായ അവസ്ഥകളൊക്കെ വിട്ട് അല്പം കൂടെ ഒന്ന് ഹാർഡായി. പക്ഷേ അല്പം കൂടെ ഈ പുക അടിക്കുമ്പോൾ അതിന് താല്പര്യമൊന്നുമില്ല. പക്ഷേ അതിനറിയാം, മറ്റാർക്കോ വേണ്ടി ഞാനൊരു ഉപയോഗമുള്ള ഒരു പാത്രമായി തീരാൻ വേണ്ടിയാണ് എന്നെ യജമാനൻ എന്തു ചെയ്തിരിക്കുന്നത്? പുകയത്ത് വെച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒട്ടും താല്പര്യമില്ലെന്നേ. നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടതയും പ്രയാസമൊക്കെ കടന്നുവരും താല്പര്യമുള്ളവരുണ്ടോ? പാസ്റ്റർ, എനിക്ക് ഒരുപാട് കഷ്ടത ആവശ്യമാണ്, ഒരുപാട് ദുഃഖം ആവശ്യമാണ്, ഒരുപാട് രോഗവും പ്രയാസവും ആവശ്യമാണ്. നമുക്ക് താല്പര്യമുണ്ട്? നമുക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ നമുക്കൊന്നറിയാം, നമ്മെ ദൈവം എങ്ങനെയാണ് മാനപാത്രമായി എണ്ണുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അത് നമുക്ക് വലിയ ആഗ്രഹം. മാനപാത്രമായി തീരണം. കർത്താവേ, നിനക്ക് വേണ്ടി എനിക്ക് പ്രയോജനമുള്ളതായി തീരണം. പക്ഷേ പ്രയോജനമുള്ളതായി തീരണമെങ്കിൽ സ്തോത്രം, നീ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് പ്രയോജനമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സാണ് ചിലപ്പോൾ നിന്നെ എന്ത് ചെയ്യും? പുകയത്ത് വയ്ക്കും. ചിലത് അവിടം കൊണ്ടൊന്നും ഗുണം പിടിക്കുകയില്ല. അപ്പൊ അതിനെന്തു ചെയ്യും? അതിനെ തീയിൽ കൊണ്ടുവയ്ക്കും, തീയിൽ കൂടെ കടത്തി വിടും. ചിലത് അവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ പഠിക്കുകയില്ല. അപ്പോൾ എന്തു ചെയ്യും? അതിനെ ഒരു പക്ഷെ വെളിമ്പറമ്പിലിടും, ചിലപ്പോൾ അതിനെ മരുഭൂമിയിൽ കൊണ്ടുവയ്ക്കും, ചിലപ്പോൾ അതിന് ദാഹജലം ലഭിക്കാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെ പല 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 ശോധനകളിൽ കൂടെ, ചില പ്രോസസ്സുകളിൽ കൂടെ അതിനെ പാകപ്പെടുത്തിയെടുത്ത് ആ യജമാനന്റെ ഉള്ളിൽ സ്തോത്രം, ആ തുരുത്തിയെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു സങ്കല്പമുണ്ട്. അത് എന്ന് നിറവേറുന്നുവോ അതുവരെയും യജമാനൻ അതിനെ പല പ്രോസസ്സിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ, ദുഃഖങ്ങളിൽ കൂടെ, രോഗങ്ങളിൽ കൂടെ ഒക്കെ കടത്തിവിടുമ്പോൾ ആ തുരുത്തി പറയാൻ ഇടവരരുത്, എനിക്ക് മതിയായി എന്ന്. പക്ഷേ ഈ ഭക്തൻ പറയുക, എന്റെയും ജീവിതം ഈ തുരുത്തിയുടെ പോലെയായി നിൽക്കുമ്പോഴും അതിന്റെ മധ്യേ ഞാൻ ഒന്നും മറക്കുന്നില്ല. എന്തു മറക്കുന്നില്ല? ദൈവത്തിന്റെ ചട്ടങ്ങൾ മറക്കുന്നില്ല. അവിടെയാണ് നമുക്ക് 100-ൽ 100 മാർക്ക് ഇടുന്നത്, അല്ലേ? ഇന്ന് സൺഡേ സ്കൂളിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ ചട്ടങ്ങൾ എന്ന് പറയുന്ന കർത്താവിന്റെ വചനമാണ്. ഈ പുകയത്ത് ഇരിക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ വചനം നാം മറക്കരുത്, അല്ലേ? നാം എന്ത് ചെയ്യരുത്? കർത്താവിന്റെ വചനം മറക്കരുത്. നാം താഴോട്ട് വായിച്ചത് ഇപ്രകാരമാണ്. ഈ 87-ാമത്തെ വാക്യം എന്താണ്? അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. കേട്ടോ? ദൈവം ചോദിച്ചു, ചിലതിന് ശത്രുവിന്റെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? സ്വന്തം ജനത്തെ അവർ അനുസരിക്കായ കൊണ്ട് ആരെ കയ്യിൽ ഏൽപ്പിച്ചു? അടിമത്തത്തിലേക്ക്, പ്രവാസത്തിലേക്ക് അവർ പോകേണ്ട വന്നു, അല്ലേ? പലപ്പോഴും അവർ ഈ പ്രിയപ്പെട്ടവരുടെ തലമേൽ കൂടെ ഓടുമാറാക്കി, മുമ്പും പിമ്പും അവരുടെ അടച്ചു. സ്തോത്രം. അപ്പൊ കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ അനുഗ്രഹമല്ല,
നാം ദൈവസന്നിധിയിൽ നിന്ന് പഠിക്കുകയാണ്. എങ്ങനെ നാം കൊള്ളാകുന്നവനായി ദൈവസന്നിധിയിൽ തീരും. ഈ ഭക്തൻ പറയുന്നത് പ്രകാരമാണ്. ഈ പുകയത്തെ തുരുത്തി എന്ന് പറയുമ്പോഴേ ഞാൻ മിക്കവാറും മുടിഞ്ഞുപോയ ഒരു അനുഭവമായിരുന്നു. എൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടു, എൻ്റെ രാജഭോജനങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലേ? സ്തോത്രം. ഇപ്പോൾ താനൊരു വേട്ടപ്പട്ടിയെ പോലെ സ്വന്തം മകനാൽ വേട്ടയാടപ്പെട്ട് ആമേൻ രാജ്യവും ദേശവും എല്ലാം വിട്ട് അടലുന്ന സാഹചര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ചില ബന്ധങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നിന്നിരിക്കാം. നാം പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ഒരു പ്രതികൂലം നമുക്കെതിരെ കയറി വന്നിരിക്കാം. അതിൻ്റെ മധ്യമൊക്കെയും ആമേൻ ഈ ഭക്തൻ പറയുന്നത് പ്രകാരമാണ്, നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമ്മെ കൈവിടട്ടെ, ആമേ സ്തോത്രം. അതേ ശരീരത്തിലെ രോഗം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നമ്മെ കാർന്ന് തിന്നട്ടെ. വേറിയ പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരട്ടെ. കഷ്ടതയിൽ കൂടെ കടന്നു പോകട്ടെ. ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും നഗ്നതയുടെയും പട്ടിണിയുടെയും അനുഭവം കടന്നു വരട്ടെ. അതിന്റെ മധ്യമൊക്കെയും ഭക്തന് പറയുവാൻ കഴിയണം, ഞാൻ നിന്റെ വചനങ്ങളെ ഒരു നാളും ഉപേക്ഷിച്ചില്ലതാനും. പ്രിയപ്പെട്ടവരെ, ചുമക്കുന്ന പുസ്തകം നമ്മെ വഴി നടത്തുന്ന പുസ്തകമാണ്. നാം ചുമക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ദൈവത്തിന്റെ വചനം, ആമേൻ സ്തോത്രം, നിങ്ങളുടെ വരുന്നാൾ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ പല തുരുത്തിയെ പോലെ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒന്നും മറക്കാതെ നെഞ്ചോടെ ഈ തിരുവചനം ചേർത്ത് വയ്ക്കുന്ന ഭക്തന്മാർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ഭക്തൻ പറഞ്ഞു നിർത്തുന്നത് പ്രകാരമാണ്, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ എന്ത് ചെയ്യണം? ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ദൈവത്തിന്റെ ദയയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മെ ഇരിപ്പ് തുരുത്തി, പുകയത്തെ തുരുത്തി പോലെയാ, അല്ലേ? അലമാരിയിൽ ഇരിക്കുന്ന നല്ല തുരുത്തിയാണെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടമാണ്, അല്ലേ? സ്തോത്രം. ഒരു പ്രയാസവുമില്ല. നമുക്ക് ചുറ്റും സ്വസ്ഥത വരും. നാം ദാവീദിനെ പറ്റി പഠിക്കുമ്പോൾ എങ്ങനെയാ? അവന് ചുറ്റും ദൈവം എന്ത് വരുത്തി? സ്വസ്ഥത വരുത്തി. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റിലായി. കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ ഭാവി, എന്നെ സംബന്ധിച്ചാൽ എൻ്റെ മിനിസ്ട്രി, എൻ്റെ ചർച്ച് എല്ലാം സെറ്റിലായി. മാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പൈസ വന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ഹാപ്പി. ഹല്ലേലൂയ, ഗ്ലോറി. ഓക്കെ, സ്തോത്രം. ഈ സ്വസ്ഥത വരുവാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അതിനുവേണ്ടി വേണമെങ്കിൽ 40 ദിവസമൊക്കെ നാം ഉപവസിച്ച് കളയും. എന്തിനു വേണ്ടി? പക്ഷെ കർത്താവ് പറഞ്ഞത്, നിന്നെ പുകയെ തിരുത്താനാ ദൈവത്തിന് ആഗ്രഹം. പക്ഷേ അതിൻ്റെ മധ്യയൊന്നും കർത്താവിൻ്റെ പ്രമാണം, വചനം നാം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വചനം. അത് വിട്ട് നാം ഇടത്തോട്ടോ വലത്തോട്ടോ, കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ അത് വിട്ട് നാം എന്ത് ചെയ്യരുത്? ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, അല്ലേ? ഇന്ന് നാം കേട്ടു, കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുവാൻ, സ്തോത്രം, ആരായിരുന്നു സൺഡേ സ്കൂളിലെ സ്ഥാപകൻ? ആരായിരുന്നു? റോബർട്ട് റൈക്കോ. അയ്യോ, മറന്നുപോയി. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ മറക്കരുത് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് 1-2 സൺഡേ ഞാൻ ചോദിച്ച സംഭവമാണ്. സ്തോത്രം. ഇന്ന് പാസ്റ്റർ വന്ന് റിമൈൻഡ് ചെയ്തു. കുഞ്ഞുങ്ങളൊക്കെ മറന്നുപോയി. സത്യത്തിൽ ഞാൻ പ്രസംഗിക്കണമെന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല, അല്ലേ? ഇവിടെ പുൾപിറ്റിൽ നിന്ന് ആരും പറയുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ അവിടെ എങ്ങനെയാണ്? സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തു? അവരെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു എന്നാ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞേ, പാസ്റ്റർ പറഞ്ഞേ, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? എന്നിട്ടും ചെയ്തു അത് പഠിപ്പിക്കാനായിട്ട് കണ്ട മാർഗം എന്തായിരുന്നു? ഏത് പുസ്തകം എടുത്തത് പഠിപ്പിക്കാൻ വേണ്ടി? ഹലോ, ബൈബിളാണ് എടുത്തത്, കേട്ടോ. ഞാൻ ഇപ്രകാരം വായിപ്പാൻ ഇടവന്നു. ആ സമയം സൺഡേ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഇംഗ്ലണ്ടിൽ ഏകദേശം 2.5 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് സൺഡേ സ്കൂൾ പഠിപ്പിച്ചത്. എത്ര കുഞ്ഞുങ്ങളെയാണ്? ആ നൂറ്റാണ്ടിൽ എനിക്ക് തോന്നുന്നു 17ാമത്തെ നൂറ്റാണ്ടിലാകാൻ തോന്നുന്നു. സ്തോത്രം. ആ 2.5 ലക്ഷം കുഞ്ഞുങ്ങൾ പഠിച്ചു. അതിൻ്റെ ഒരു പരിണത ഫലമാണ് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ ഓരോ ഭക്തന്മാർ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മിഷണറീസായി കടന്നു വന്നു. നമ്മുടെ ദേശത്ത് കടന്നു വന്ന ഒരു ഭക്തനാണ് വില്യം കേറി. ആ കാലയളവിൽ 1790 ആണ്ടിൽ 92 തോന്നുന്നു അദ്ദേഹം കടന്നു വന്നത്.
കടന്നു വന്ന് ഇവിടെ എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചു. ഇവിടെ സാമൂഹിക സോഷ്യൽ ഈവിൾനെസ് ഉണ്ടായിരുന്നു അല്ലെ, സോഷ്യൽ ഈവിൾനെസ്, സാമൂഹിക വിപത്തുകൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ, സതി, ചൈൽഡ് മാരേജ്, ഈ സമ്പ്രദായങ്ങളൊക്കെ അവസാനിപ്പിക്കുവാൻ ക്രിസ്തീയ മിഷണറിമാർക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. എന്ത് പങ്കില് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ടാ ഇന്ന് നമുക്കൊക്കെ എന്ത് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒട്ടും നാം ആയിരുന്നില്ല. ഇവിടെ അയിത്തമുണ്ടായിരുന്നു ഇല്ലേ ജോൺസേട്ടാ? അങ്ങനെയൊക്കെ നമ്മുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അല്ലേ? അയിത്തോച്ചാടനം എങ്ങനെയായിരുന്നു? 4 സവർണറും അവർണറും തമ്മിലുള്ള 4 കാറ്റഗറീസും ഉണ്ട്. അതിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. ഓരോരുത്തരുടെയും കുലം അനുസരിച്ച് എന്തു ചെയ്യണം. സവർണൻ കടന്നു വരുമ്പോൾ ഇത്ര അടി വിട്ടേച്ച് എന്തു ചെയ്യാൻ പാടുള്ളായിരുന്നു? നടക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറയും, ഞാൻ വലിയ ബിഷപ്പിന്റെ കുണ്ടുകുളത്തിന്റെ വീട്ടിലെന്നൊക്കെ പറയും. പക്ഷേ ചകഞ്ഞ് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്തായിരുന്നു? മാറുമറയ്ക്കാൻ നിവൃത്തിയില്ലാതെ സവർണരുടെ മുമ്പിൽ ഓക്കാനിച്ച് നിന്ന് അവർ കുഴി കുത്തി തരുന്ന ആ കുഴിക്കകത്ത് നിന്ന് കഞ്ഞു കുടിച്ചവരായിരുന്നു അല്ലേ? പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്ന് ഇന്ന് വെള്ളയൊക്കെ ഇട്ട് നല്ല സ്തോത്രം ദൈവസന്നിധിയിലേക്ക് ആരും നന്ദി വേണം. കർത്താവേ, ഈ സുവിശേഷമാണല്ലോ ഞങ്ങളുടെ കേരളക്കരയിലെ അയിത്തം എന്നുള്ള ദുരാചാരം മാറ്റിയത് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ 8ഉം 9ഉം വയസ്സിൽ ബാലവിവാഹം, കേട്ടോ, അതിനെല്ലാം ഒരു വ്യത്യാസം വന്നു. ഇന്ന് അവർ പഠിക്കുന്ന കുഞ്ഞുങ്ങളായി. അവർ പറയുന്നത്, പാസ്റ്ററെ ഞങ്ങൾ ജോലി കിട്ടുന്നവരെ പഠിക്കുന്ന പറയുന്നത്. നല്ല കാര്യം. അവരെ ആ നിലയിലേക്ക് എത്തിച്ചത് ഈ സുവിശേഷമാ. ഇതിന്റെ പുറകിൽ ബേസിക് റീസൺ സുവിശേഷമാ, കർത്താവിന്റെ വചനമാ. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, ആമേൻ, പുകയത്ത് വയ്ക്കുന്ന തുരുത്തി പോലെയാണെങ്കിലും സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ആമേൻ അല്ലേലു പ്രതികൂലങ്ങൾ ഒന്നൊന്നായി കടന്നു വരട്ടെ, ഞാൻ ഈ സത്യവചനത്തെ എന്തു ചെയ്യും? എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ വചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ. ദൈവം നിങ്ങളെ ആമേ സ്തോത്രം കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി നിലനിർത്തും. സ്തോത്രം. ധനം സമ്പാദിക്കാനല്ല, പിന്നെന്തിനാണ്? കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി എന്നെ തീർക്കണമെന്ന് എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും? ഇന്ന് സൺഡേ സ്കൂള് ഇന്ന് ആരംഭിക്കുക. എത്ര കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ പറയും, കർത്താവേ നിനക്ക് പ്രയോജനമുള്ളവനാക്കി എന്നെ മാറ്റണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ലേ? 2 പേരുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ചിന്ത എല്ലാവരും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും കരം പൊക്കി എന്നെ ഉപയോഗിക്കണം. അപ്പാ സ്തോത്രം. എല്ലാവരും ബൈബിൾ കോളേജിൽ വിടാനല്ല പാസ്റ്റർ, ഈ കർത്താവ് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇതൊക്കെ വിട്ടുവെച്ച് എവിടെ പോകണമല്ലോ ബൈബിൾ കോളേജിൽ. അതുകൊണ്ടാണ് നിങ്ങൾ കൈ പൊക്കാത്തതെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, കർത്താവിന് പ്രയോജനമുള്ളവരായി എന്നെ ഉപയോഗിക്കണം. പല നിലയിൽ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ പാട്ട് പാടുന്നവരുണ്ട്, പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്, സുവിശേഷം പറയാൻ കഴിവുള്ളവരുണ്ട്, നല്ല ഓർമ്മശക്തികളൊക്കെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, മിടുക്കന്മാരും മിടുക്കികൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ദൈവം നിങ്ങളെയൊക്കെ ശക്തമായി ഉപയോഗിക്കട്ടെ. പക്ഷേ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഈ വചനം ഈ ഭക്തൻ പറയുന്നു, ഞാൻ മറക്കുന്നില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നാലും, സ്തോത്രം, എൻ്റെ ഭവനത്തിലുള്ളവർ എന്നെ മറന്നാലും, ഞാൻ ഈ വചനത്തെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അവർ പഠിച്ച തിരുവചന ഭാഗം ഒരു പാട്ടോടെ ദൈവസന്നിധിയിൽ പ്രസ്താവിക്കാനുള്ള അവകാശമുണ്ട്. അതിനായി